ചേച്ചി മെൻസ്ട്രൽ ലീവ് നിർബന്ധമാണെന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. തീർച്ചയായിട്ടും അതെ. പീരിയഡ്സിന്റെ സമയത്ത് ഒരുപാട് വേദനയൊക്കെ അതെ അതെ അനുഭവിക്കുന്നതാണ്. തീർച്ചയായിട്ടും. നമുക്ക് ആ ഒരു സമയത്ത് ആ ഒരു മൂഡും ഇതൊക്കെ ഒന്ന് ഇതാവണമെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും റെസ്റ്റ് എന്നുള്ള ഒരു ദിവസമെങ്കിലും നമുക്കതൊരു ഒരു ദിവസം റെസ്റ്റ്. ഞാനിപ്പോൾ വർക്ക് ചെയ്യണത് ഒരു ഫിസിക്കലായിട്ടുള്ളൊരു വർക്കാണ്. ലൈക്ക് ഐ ഹാവ് ടു സ്റ്റാൻഡ് ആൻഡ് ഡു മൈ വർക്ക്. സോ എനിക്ക് നോക്കുമ്പോൾ മെൻസ്ട്രൽ ലീവ് ഇസ് സംതിങ് വെരി എസെൻഷ്യൽ. കാരണം അങ്ങനെ ഒരു ലീവ് ഉണ്ടെങ്കിൽ യു കെൻ റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് ഒന്നും കൂടി ഒന്ന് റീവൈൻഡായിട്ട് പിന്നെയും വരാം. സോ ഇൻ മൈ ഒപ്പീനിയൻ മെൻസ്ട്രൽ ലീവ് ഇസ് നീഡഡ്. അത് വേണം എന്നാണ് അഭിപ്രായം. വേണമെന്നാണ്. എന്തുകൊണ്ടാണ്? കാരണം അവർ ആ ഒരു ടൈമിൽ അത്രത്തോളം സഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അക്കാഡമിക്കലി അത് പലരും നോട്ടീസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കോർപ്പറേറ്റ് ഓഫീസുകളിലും മറ്റുമൊക്കെ അത് വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം അവരൊക്കെയാണ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കാത്തത്. പലരും ഇതിനെ നോർമലൈസ് ചെയ്യുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ ഓപ്പണായിട്ട് പറഞ്ഞ ഈ ബാത്റൂമിലും മറ്റുമൊക്കെ ആ ഒരു ടൈമിൽ ഇവർ സ്പെൻഡ് ചെയ്യുന്ന ടൈമും അങ്ങനെയുള്ള കുറേ പെയിനും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഉറപ്പായിട്ടും അതൊരു ലീവാക്കുന്നതാണ് നല്ലത്. കംഫർട്ടബിൾ അതായിരിക്കും മേ ബി. യെസ്. പിന്നെ പലർക്കും ഡിപ്പെൻഡ് അപ്പോൺ അവരുടെ ഒരു ഇതനുസരിച്ച് വേരിയേഷൻ വരാം ഡേയ്സിൽ. എത്ര ദിവസം ഈ പീരിയഡ്സൊക്കെ പലർക്കും പല ഡേയ്സ് ആണല്ലോ. എങ്കിലും ഒരു മിനിമം എനിക്ക് തോന്നുന്നൊരു 4-5 ദിവസമൊക്കെ ആയിരിക്കും പീരിയഡ്സ് ടൈം. ഭയങ്കരമായിട്ട് അങ്ങനെയൊക്കെ ഉള്ള സമയം. അപ്പോൾ ആ ഒരു 4 ദിവസമെങ്കിലും ഒരു മാസം ലീവ് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും. അതിൽ കൂടുതൽ 4 ദിവസമൊക്കെ ഒരു കോർപ്പറേറ്റ് കമ്പനിയിൽ നിന്ന് ലീവ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, അതായത് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ 4 ദിവസമൊക്കെ ഉണ്ടാവുമല്ലോ, ഭയങ്കരമായിട്ട് കഠിനമായ വയറുവേദന അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഒരു 2 ദിവസമെങ്കിലും, പിന്നെ ബാക്കി 2 ദിവസം വീട്ടിലൊക്കെ തന്നെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണെങ്കിൽ, അല്ലെങ്കിൽ അത്രത്തോളം ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. ജഡ്ജ് ചെയ്യാത്ത, അല്ലെങ്കിൽ നല്ല ബാത്റൂം സൗകര്യങ്ങളും നല്ല പേഷ്യൻസും ഒക്കെ ഉള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ, ഒരു വർക്ക് സ്പേസ് ആണെങ്കിൽ ഓക്കെ, വലിയ കുഴപ്പമൊന്നുമില്ല. അതായത് അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കണം, അത്രേ ഉള്ളൂ. അണ്ടർസ്റ്റാൻഡിങ് സ്പേസ് ആണെങ്കിൽ മേ ബി ലീവ് പോലും വേണ്ട, അവർ പോകാൻ ചിലപ്പോൾ തയ്യാറായിരിക്കും. ഈ ലീവ് പറയുന്നത് അത്രത്തോളം ടോക്സിക് ആയിട്ടുള്ള നാർസിസിസ്റ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ടായിരിക്കാം. അപ്പോൾ അത് അണ്ടർസ്റ്റാൻഡിങ് ആണെങ്കിൽ വേറൊരു പ്രശ്നമൊന്നുമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഓഫീസിലാകുമ്പോഴത്തേനും മുന്നേ വർക്ക് ചെയ്തിട്ടുള്ള ഓഫീസിൽ മന്ത്ലി ഒരു ലീവെങ്കിലും മെൻസ്ട്രൽ ലീവ് ഉണ്ടാവും. അപ്പം അത് മിക്ക വിമൻസിനും പല രീതിയിലായിരിക്കും മെൻസ്ട്രേഷൻ വരിക എന്നുള്ളത്. അത് ചിലർക്ക് ഭയങ്കര അസഹനീയമായിരിക്കും. അപ്പോൾ ചില കേസിൽ എങ്ങനെയാണെങ്കിലും, ഇപ്പോൾ എനിക്കൊക്കെ ആണെങ്കിൽ ചില സമയത്ത് എങ്ങനെയാണെങ്കിലും എനിക്ക് പറ്റില്ല, ഒന്നിനും പറ്റില്ല. അപ്പം അങ്ങനെയാണെന്നുള്ള സമയത്ത് അറ്റ്ലീസ്റ്റ് 1 ലീവെങ്കിലും വേണമെന്നാണ് എൻ്റെ ഒരു ഇത്. മെൻസ്ട്രൽ ലീവ് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് എത്ര ദിവസം ലീവ്? ഒരു മാസം ഒരു 2 days 3 days ഒക്കെ ഒരു മെൻസ്ട്രൽ ലീവ് മാൻഡേറ്ററി ആണെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ ചേച്ചി, വർക്ക് ചെയ്യണല്ലേ? അതെ.